വാദി ബനി ഖാലിദിലും മലയാളി മരിച്ചു. UAE-യിൽ മഴ വെള്ളിയാഴ്ച വരെ തുടരും. ചില റോഡുകളിൽ വെള്ളം കയറി. മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അറിയിപ്പ്. ഒമാനിൽ ബർക്ക വിലായത്തിലാണ് 7 വയസ്സുള്ള കുട്ടി വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കഴിഞ്ഞ ദിവസം കാണാതായ തൃത്താല സ്വദേശി റംലയുടെ മൃതദേഹം 24 മണിക്കൂറും കഴിഞ്ഞ് നീണ്ട തെരച്ചിലിലാണ് ഇന്ന് കണ്ടെത്തിയത്. മൃതദേഹം നാട്ടിലെത്തിക്കില്ല. വിപുലമായ സന്നാഹങ്ങളോട് നടത്തിയ തെരച്ചിൽ ദൃശ്യങ്ങൾ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ടു. ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിലാണ് കൊല്ലം സ്വദേശിയായ മഹേഷ് മുങ്ങി മരിച്ചത്. ഒമാനിലെ മിക്ക മേഖലകളിലും കനത്ത മഴയുടെയും വെള്ളപ്പാച്ചിലിന്റെയും കാഴ്ചകളാണ്. മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനാക്കി. ഖത്തറിലും സൗദിയിലും UAE-യിലും ഉൾപ്പെടെ GCC-യിലെങ്ങും മഴയുടെ സ്വാധീനമുണ്ട്. ഇന്ന് പകൽ മഴ കനത്തു പെയ്ത മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ടോടെ UAE-യിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ റാസൽ ഖൈമ, ഫുജൈറ, കോർഫക്കാൻ, ലിവ, അസബ്, ഹമീം മേഖലകളിലാണ് യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ ഉള്ളത്. UAE-യിൽ ചില റോഡുകളിൽ വെള്ളം കയറി. ദുബായിലും ശക്തമായ മഴ പെയ്തു. വിവിധ എമിറേറ്റുകളിൽ പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സം നേരിട്ടു. വെള്ളിയാഴ്ച വരെ UAE-യിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഷാർജയിലും അജ്മാനിലും അലൈനിലും പാർക്കുകൾ അടച്ചു. അബുദാബിയിൽ ബീച്ചുകളും പാർക്കുകളും അടച്ചിട്ടുണ്ട്. ഷാർജ 26 വരെ ജോലി ഓൺലൈനാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.